ജിൻഡോയുടെ വാക്കുകൾക്കുള്ള മറുപടി. ജിൻഡോ ചോർച്ചയുടെ ഒരു വലിയ ലിസ്റ്റ് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. അതിനുള്ള മറുപടി താങ്കൾ പറയുന്നതിനോടൊപ്പം അടങ്കൽ സേതു 17,843 കോടിയാണ്. അടങ്കൽ സേതുവിലെ സിമന്റ് ചോർന്നിട്ടുണ്ട് കേട്ടോ. പ്രഗതി മൈതാനിലെ ടണൽ 777 കോടിയാണ്. ടണലിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള സംവിധാനം ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ 8,480 കോടി രൂപയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രതലങ്ങൾ പലതും ചോർന്നു പോയിട്ടുണ്ട് കേട്ടോ. അരാരിയ പാലം 12 കോടി ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു വീണു. അവിടുത്തെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ചോർന്നിട്ടുണ്ട് കേട്ടോ. എന്തിനേറെ ഇന്നിപ്പോൾ ദില്ലിയിലെ ടെർമിനൽ 1-ലുള്ള മേൽക്കൂര കെട്ടിടം തകർന്നു വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചോരുന്നതും തകരുന്നതും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ചോർന്നു പോകുന്ന തരത്തിലൊരു വലിയ ഗുരുതരമായ ചോദ്യപേപ്പർ ചോർച്ച നടക്കുമ്പോൾ അത് അടിയന്തര പ്രമേയമായി പാർലമെന്റിൽ അവതരിപ്പിക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു നിങ്ങൾക്ക്. ആരെയോ സംരക്ഷിച്ചു പിടിക്കാനല്ലെങ്കിൽ എന്തിനായിരുന്നു ഇത്ര ലളിതമായൊരു യുക്തി ഇതിന് കണ്ടത് എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ജിൻഡോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വളരെ നന്നായിട്ട് ഒരു കവലപ്രസംഗമൊക്കെ ഇവിടെ നടത്തി. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചോർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അങ്ങനെ ചോർത്തിയിട്ട് ഇപ്പോഴും മത്സരിച്ചിട്ട് 100 സീറ്റ് തികയ്ക്കാൻ സാധിക്കാത്ത പാർട്ടിയാണ് ജിൻഡോൻ്റെ പാർട്ടി. ഡൽഹിയിലുമില്ല, കേരളത്തിലുമില്ല. ഇനിയിപ്പോൾ ഏത് കാലത്താണ് ഇതാ വരുന്നു പ്രധാനമന്ത്രി, ഇതാ രാഹുൽ പ്രധാനമന്ത്രി എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായി. ഇനി ഒരു 25 വർഷം കഴിഞ്ഞാലും ഇതാ വരുന്നു യുവാവായ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നും എനിക്ക് തർക്കിക്കാനില്ല. പിന്നെ അരുൺകുമാർ ചോർച്ചയുടെ കാര്യമൊക്കെ ധാരാളം പറഞ്ഞു. നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒരു മുതിർന്ന എഡിറ്റർ ഇന്നലെ ചോർന്നു പോയല്ലോ. സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായ പ്രവർത്തനമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പൊതുപ്രവർത്തനം, മാധ്യമ പ്രവർത്തനം, ഇതൊക്കെ വളരെ അന്തസ്സുള്ള പ്രവർത്തനമാണ്. ചോർന്നു പോകാൻ താഴേക്കല്ല, ചോർന്നല്ല, ഉയർന്നാണ് പോകുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, വിഷയം അതല്ലല്ലോ. ചോദ്യപേപ്പറിന്റെ ചോർച്ചയല്ലേ? ചോദ്യപേപ്പറിന്റെ ചോർച്ച 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ചോർച്ച 24 ലക്ഷം. ഞാൻ പറഞ്ഞല്ലോ, അത് വളരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വളരെ ഗൗരവത്തിൽ എടുത്തത് കൊണ്ടാണല്ലോ CBI അന്വേഷണം ആരംഭിച്ച് 6 FIR ഇട്ട് 4 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാതരം കള്ളത്തരങ്ങളും എല്ലാ മേഖലയിലും ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം പിടിക്കപ്പെടും. ലളിതമായിട്ടാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷാ സംവിധാനത്തിലും ആ കള്ളത്തരമുണ്ട് എന്ന്. ആരാണ് സാർ ഈ സംവിധാനം കൊണ്ടുവന്നത്? എല്ലാ സംസ്ഥാനങ്ങളും ഒരു പാകപ്പിഴയും ഇല്ലാതെ കൃത്യമായ സാമൂഹിക നീതി നടപ്പിലാക്കിക്കൊണ്ട് തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും അന്തസ്സോടുകൂടി സത്യസന്ധമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ് നിങ്ങൾ ഏറ്റെടുത്ത് നല്ല നീറ്റാക്കി കൈ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതിനെതിരെ തമിഴ്നാട് സർക്കാർ എത്ര കാലമായി കേസ് വാദിക്കുന്നു? എന്നാണ്. ഒടുവിൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? നീറ്റിന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടു. അങ്ങാടിപ്പുറത്ത് വാങ്ങാൻ കിട്ടും 40 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം 30 ലക്ഷം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയുടെ ചരിത്രത്തിൽ? ഉണ്ടായിട്ടുണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഭരിക്കുമ്പോൾ വ്യാപം കേസ്. അല്ല, ഉണ്ടായിട്ടുണ്ട്, 100% ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞുതരാം, ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്. അതിൽ ഞാൻ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഇനി എന്താ? ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇതിൻ്റെ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒരു സർക്കാർ Debate with Arun Kumar.